വിഴിഞ്ഞത്ത് മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. കല്ലിയൂർ പകലൂർ മന്ന മെമ്മോറിയൽ നഗർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരി അമ്മയാണ് മകൻ അജയ്കുമാർ കഴുത്തറുത്ത് കൊന്നത്. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് പ്രതി അജയ്കുമാർ. വന്ന സമയത്ത് ഇയാൾ അങ്ങനെ നടക്കുകയായിരുന്നു ആദ്യം. എന്നിട്ട് ഈ മദ്യം ഇത് ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേക ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രത്യേക പോലീസ് വന്നു. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? നേരത്തെയും ഇത്തരത്തിൽ അമ്മയെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യുന്ന പതിവുള്ള ആളാണോ? ഇയാളെപ്പറ്റി എന്താണ് പരിസരവാസികളൊക്കെ പറയുന്നത്, പോലീസ് പറയുന്നത്? മുത്തി, അതിക്രൂരമായൊരു കൊലപാതകമാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തിനടുത്തുള്ള കല്ലിയൂർ പകലൂർ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 11:30-ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമ്മയും മകനും മാത്രമായിരുന്നു ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. പ്രതി സ്ഥിര മദ്യപാനിയാണ്. കഴിഞ്ഞ സമീപകാലത്ത് തന്നെ 3 തവണയായി ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷം തിരികെ കൊണ്ടുവന്നയാളാണ്. റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ മിലിറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന മദ്യമുണ്ട്. ആ മദ്യം 10 കുപ്പി മദ്യം വാങ്ങി വീട്ടിൽ വെച്ചിരുന്നു. അതിൽ ഒരു കുപ്പി കുടിച്ചു. ആ സമയത്ത് ആ കുപ്പി തറയിൽ വീട് പൊട്ടി. അപ്പോൾ രണ്ടാമത്തെ കുപ്പി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായി. ഇനി കുടിക്കേണ്ട എന്നൊരു നിർദ്ദേശം അമ്മയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അത് അംഗീകരിക്കാൻ മകൻ തയ്യാറായില്ല. ഇവർ തമ്മിൽ തർക്കമായി. ഒടുവിൽ അവിടെ ആപ്പിൾ അരിഞ്ഞുകൊണ്ട്, ഈ മദ്യത്തിനൊപ്പം കഴിക്കാൻ എടുത്തു വെച്ചിരുന്ന ആപ്പിൾ അരിഞ്ഞുകൊണ്ടിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ വയറിന് കുത്തി. ആ സമയത്ത് അമ്മ വീടിന് പുറത്തേക്ക് നിലവിളിച്ച് ഇറങ്ങി ഓടുകയായിരുന്നു. ഇറങ്ങി കിണറിന് സമീപത്ത് എത്തിയ സമയത്ത് കിണറിന്റെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി കഴുത്തിലെയും അതോടൊപ്പം തന്നെ 2 കൈകളിലെയും കാലുകളിലെയും ഞരമ്പ് ഈ പ്രതി അറുത്തു. അങ്ങനെ രക്തം വാർന്നാണ് വിജയകുമാരി അമ്മ, 79 വയസ്സാണ് ഈ മരണപ്പെട്ട വിജയകുമാരി അമ്മയ്ക്ക്, അവിടെ വീണ് മരിക്കുന്നത്. കമ്മീഷണർ ഓഫീസിലെ മുൻ ജീവനക്കാരിയാണ്. കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥനാണ് മകൻ. മറ്റ് 2 മക്കൾ കൂടി വിജയകുമാരി അമ്മയ്ക്കുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ കഴുത്തറക്കുന്ന സമയത്ത് വിജയകുമാരി അമ്മ നിലവിളിക്കുന്ന ശബ്ദം കേട്ടാണ് സമീപ പ്രദേശത്തുള്ള ആളുകൾ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ആ ഓടിയെത്തുന്ന സമയത്ത് കൈവശമുണ്ടായിരുന്ന മദ്യക്കുപ്പിയുടെ അവശേഷിച്ച ഭാഗം ഇവർക്ക് നേരെ വലിച്ചെറിഞ്ഞു, നാട്ടുകാർക്ക് നേരെ വലിച്ചെറിഞ്ഞു. അതിനുശേഷമാണ് ഈ മറ്റൊരു കയ്യിലുണ്ടായിരുന്ന മദ്യം ഉപയോഗിച്ച് ഈ വിജയകുമാരി അമ്മയുടെ ദേഹത്തൊഴിച്ച് കത്തിക്കാനൊരു ശ്രമം നടത്തിയത്. ആ സമയത്ത് നാട്ടുകാരുടെ ഇടപെടലുണ്ടായി. അങ്ങനെ നാട്ടുകാർ ഈ പ്രതിയെ പിടിച്ച് കെട്ടിവെക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് നേമം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും മൃതദേഹം വീട്ടിൽ തുടരുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം വീട്ടിൽ നിന്ന് മാറ്റുക. എന്തായാലും ആണോ സ്ഥിരമായി ആ വീട്ടിൽ താമസിച്ചിരുന്നത്? ഇവർ 2 പേരും മാത്രമായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. മറ്റ് 2 മക്കൾ കൂടിയുണ്ട്, അവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപും പലതവണ അമ്മയും മകനുമായി തർക്കമുണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും മൃതദേഹം വീട്ടിൽ തുടരുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി.